ഡോക്ടർ ജി ഗോപകുമാർ. 9ാമത്തെ രാത്രിയാണ് ഫലം വന്നിട്ട് കടന്നു പോകുന്നത്. കേരളത്തിന് ഇതുവരെ ഒരു മുഖ്യമന്ത്രി ആയില്ല. മുഖ്യമന്ത്രി ആര് വേണമെന്ന് തീരുമാനിച്ചിട്ടുകൂടിയില്ല. ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നാണ് 3 ദിവസം മുമ്പ് നമ്മളെ അറിയിച്ചത്. എങ്കിൽ ഹൈക്കമാൻഡ് ഇപ്പോഴും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കളെ ഡൽഹിക്ക് വിളിച്ച് ചർച്ച ചെയ്യുന്നു. ഇനിയിപ്പോൾ വോട്ട് ചെയ്ത എല്ലാവരെയും ഡൽഹിക്ക് വിളിച്ച് ചർച്ച ചെയ്ത് ആലോചിക്കുമെന്ന് അറിയില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്തത് ആ സംവിധാനത്തിന്റെ ദുർബലാവസ്ഥയല്ലേ സൂചിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും ഇത് ദേശീയ തലത്തിൽ തന്നെ വലിയൊരു വിമർശനത്തിന് കാരണമാക്കിയിട്ടുണ്ട്. ദേശീയ പത്രങ്ങളും ദേശീയ ചാനലുകളും എല്ലാം തന്നെ കേരളത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസ് വൈകുന്നു എന്നുള്ളത് ഓരോ ദിവസം കഴിയും തോറും ആ വിമർശനത്തിൻ്റെ മൂർച്ച കൂടുകയാണ്. വളരെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് 102 പേർക്ക് UDFന് പിന്തുണ ജനങ്ങൾ നൽകി ഒരു വൻ ഭൂരിപക്ഷത്തിൽ ഗവൺമെൻറ് വരാനുള്ള സാഹചര്യം ജനങ്ങൾ ഉയർത്തിയത്, അതിനുള്ള അവസരം കൊടുത്തത്. അപ്പോൾ അതിൻ്റേതായ ഒരു മഹിമയിൽ നിന്നുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് തീരുമാനിക്കാവുന്ന കാര്യം അത് നീട്ടിയെന്ന് മാത്രമല്ല തന്ത്രപരമായതിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നു. അത് ഹൈക്കമാൻഡിലുള്ള ഒരാൾ തന്നെ വളരെ ശക്തമായ രംഗത്ത് മത്സരിക്കുമ്പോൾ അവിടെ തുല്യമായിട്ട് എല്ലാവരും നിൽക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ആ മത്സരത്തിനകത്ത് തന്നെ ഒരു ഏറ്റക്കുറച്ചിലുണ്ട്. ഇത് ജനങ്ങളുടെ ഇടയിൽ വലിയ ചർച്ചയായി. സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നന്നായിട്ട് ഇത് ആഘോഷിക്കുന്നു എന്ന് മാത്രമല്ല ഈ പുത്തരിയിൽ തന്നെ കല്ല് കിടിച്ച രീതിയിലുള്ളൊരു പ്രതീതി ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഭാവിയിൽ അടുത്ത 5 വർഷം ഭരിക്കേണ്ട ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് പ്രവർത്തിക്കുന്ന ഒരുപാട് നടപടികൾ അത് നിയന്ത്രണവും അതിൻ്റെ വളർച്ചയും എല്ലാം നിൽക്കുന്നത് നേതൃത്വത്തിൻ്റെ ശക്തിയിൽ കൂടിയാണ്. ആ നിലയ്ക്ക് വിവാദമാക്കാതെ ഇത് മുന്നോട്ട് പോകാമായിരുന്നു. ഇക്കാര്യത്തിൽ സംസ്ഥാന തലത്തിലുള്ള കോൺഗ്രസ് KPCCയും ഹൈക്കമാൻഡും ഒരുപോലെ ഉത്തരവാദിത്വമുണ്ടെങ്കിലും ശരിക്കും ട്രബിൾ ഷൂട്ടർ ആവേണ്ടത് ഹൈക്കമാൻഡ് തന്നെയായിരുന്നു. കാരണം അത് വളരെ പെട്ടെന്ന് പറ്റുമായിരുന്നു. കാരണം ഹൈക്കമാൻഡിൻ്റെ ഏറ്റവും അടുത്ത ആൾ തന്നെയാണല്ലോ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. അദ്ദേഹം കൊടുക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് ഡിക്ലെയർ ചെയ്യണം. അതെല്ലാം കൊടുക്കുന്നില്ല എങ്കിൽ അത് അദ്ദേഹത്തിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വലിയ വിഷമമൊന്നുമില്ല. കാരണം എത്രയോ കാലമായിട്ട് ഹൈക്കമാൻഡിന് കൂടെ അടുത്ത് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഒരുപക്ഷെ ബാക്കി 2 പേരെ കൺവിൻസ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം വേണുഗോപാലിനെ കൺവിൻസ് ചെയ്യിക്കുന്നതായിരിക്കും. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും. വൈകുന്തോറും വിവാദം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഖേദകരമായിരിക്കുന്നത്. 15-ാം തീയതി റിസൾട്ട് വരും, എക്സാമിനേഷൻ്റെ റിസൾട്ട് വരുന്നു. സാധാരണഗതിയിൽ അതൊരു രാഷ്ട്രീയമായിട്ടും മന്ത്രിമാരൊക്കെ ആഘോഷിക്കാറുണ്ട്. മന്ത്രിമാർ തന്നെയാണ് റിസൾട്ടൊക്കെ പ്രഖ്യാപിക്കുന്നത്. ഇപ്പോൾ 4-ാം തീയതി വിധി വന്നിട്ട് 15-ാം തീയതിക്ക് ഒരു ഗവൺമെൻറ് ഉണ്ടായെങ്കിൽ, കാരണം ജനങ്ങൾ ഇപ്പോൾ തമാശ രൂപേണ തന്നെ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ, കുട്ടികൾ തന്നെ വല്ലാതെ വിഷമത്തിലാണ്, അവർ വിഷമവൃത്തത്തിലാണ്, അവർക്ക് ടെൻഷൻ കൂടുന്നു. കാരണം റിസൾട്ട് നീട്ടിവെക്കുമോ, പരീക്ഷയുടെ റിസൾട്ട് നീട്ടിവെക്കുമോ. അപ്പോൾ ഇതെല്ലാം ചെന്ന് കൊള്ളുന്നത് വളരെ മനോഹരമായ വിജയം നേടിയ ഒരു പാർട്ടിയുടെ നെഞ്ചത്താണ്. കാരണം ജനങ്ങൾ ഇത്രയും നല്ലൊരു മാൻഡേറ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഐശ്വര്യത്തിൽ അത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബാക്കി മെറിറ്റും അതിനകത്തൊരു വലിയ ഘടകമാകണം. അങ്ങനെ പരിഗണിച്ചിരുന്നെങ്കിൽ ഇതൊരു പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്.